എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ ഫാഷൻ ട്രെൻഡ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ഫാഷനും സ്റ്റൈലും ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രെൻഡുകൾ ഇത് നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടുക. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫാഷൻ ഗെയിമിന് ഉതകുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് നിങ്ങളുടെ സ്റ്റൈലെന്ന് നിങ്ങൾക്കറിയോ? ആക്ച്വലി ഒരുപാട് സ്റ്റൈലിംഗ് ഈസ്തെറ്റിക്സ് ഉണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് യോജിച്ചതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിംഗ് എസ്തെറ്റിക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൻ്റെ കൂടെ കൂട്ടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് സ്റ്റൈലിംഗ് എസ്തെറ്റിക്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർ ബോയ് സ്റ്റൈൽ എസ്തെറ്റിക്സ് ആണ്. സ്റ്റാർ ബോയ് എസ്തെറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയണ പോലെ തന്നെ ഒരു സ്റ്റാറാണ്, ഒരു ഡാർക്കാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെതറിഷ് ഒരു കൈൻഡ് ഓഫ് ലുക്കാണ് ഓവറോൾ ഈ ലുക്ക് വരുന്നത്. നമുക്ക് ഈ സ്റ്റാർ ബോയ് എസ്തെറ്റിക്സിൽ മെയിനായിട്ട് സ്ലീക്കായിരിക്കും, ഒരു സ്ട്രീറ്റ് വെയർ, ഒരു ഹൈ ഫാഷനൊക്കെ ആയിരിക്കും ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. അതേപോലെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോഴും ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഈ സ്റ്റാർ ബോയ് എസ്തെറ്റിക്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് ആക്സസറികൾ മസ്റ്റാണ് ഈ ഒരു സ്റ്റൈലുകാർ യൂസ് ചെയ്യുക. അതായത് മിനിമൽ റിങ്സ്, സൺഗ്ലാസസ്, അതൊക്കെ. ഷൂസ് ആണെങ്കിൽ ഹൈ ടോപ്പ് സ്നീക്കേഴ്സ്, ബൂട്ട്സ് ആണ് അധികം ഇവർ യൂസ് ചെയ്യുന്നത്. ഹൈ ടോപ്പ് ഡിസൈനർ സ്നീക്കേഴ്സ് കോമൺ. അതേപോലെ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ കാണുന്ന ഒരു ചങ്കി കൈൻഡ് ഓഫ് ഒക്കെ ഒരു ബൂട്ട്സ് ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ബൂട്ടും ഒരു ലെതറിഷ് ആയിരിക്കും. അടുത്തത് സോഫ്റ്റ് ബോയ് ഈസ്തെറ്റിക്സ് ആണ്. സോഫ്റ്റ് ബോയ് എന്ന് പറഞ്ഞാൽ പേര് സജസ്റ്റ് ചെയ്യണ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ശരിക്കും യോജിക്കുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന +2 അതേപോലെ കോളേജിലൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ കളർ കോമ്പിനേഷനാണ് ശരി ലാവൻഡർ, മിൻറ്റ്, ബേബി ബ്ലൂ ഇങ്ങനെയുള്ള കളർ കോമ്പിനേഷനാണ്. അതായത് ചെറിയ പ്രായമുള്ള ആൾക്കാരാണ് സോഫ്റ്റ് ബോയ്. വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ചിലവിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ്, അതായത് ലൂസ് എന്നുള്ള ആ ട്രെൻഡ് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ആൾക്കാർ ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിയും ലൂസും ഒക്കെ ഇടുന്ന ആൾക്കാർ. സോഫ്റ്റ് ബോയ് ഈസ്തെറ്റിക്സിലാണ് അത് വരുന്നത്. ഇവർ ധരിക്കുന്ന ഫുട്വെയർസ് ആയാലും ശരി, ഒരു ചങ്കി കൈൻഡ് ഓഫ് ഫുട്വെയർ, അതേപോലെ നമ്മുടെ കോൺവേഴ്സ് ആ ഒരു കൈൻഡ്, ഒരു ക്യാൻവാസ് ഒരു ടൈപ്പായിരിക്കും. എന്നാൽ ഒരു ഓവറോൾ ഒരു ബാഗി ഒരു ലുക്കാണ് ഇവർ നൽകുന്നത്. ശരിക്കും നമ്മുടെ കൊറിയൻ സ്റ്റൈൽ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ബോയ് സ്റ്റൈലാണ്. കൊറിയൻ മെന്നിൻ്റെ സ്റ്റൈല് ഏതാണ്ട് ഓൾമോസ്റ്റ് എനിക്കൊരു വലിയൊരു വിഭാഗം കൊറിയൻസും സോഫ്റ്റ് ബോയ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ സ്കിൻ കെയർ റൂട്ടീനായാലും ശരി, അവരുടെ ഒരു ദ വേ ദ ക്യാരി ദ ക്ലോത്ത്സ് എല്ലാം ഒരു സോഫ്റ്റ് ബോയ് സ്റ്റൈലാണ്. അടുത്തത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആണ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഓൾഡ് മണി ഈസ്തെറ്റിക്സ്. ഓൾഡ് മണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലാസ് തന്നെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ്. ഇത് ശരിക്കും ഓൾറെഡി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഓൾഡ് മണി എസ്തെറ്റിക്സിലെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ കോമ്പിനേഷനും ദ വേ ദ ഫിറ്റഡ് ആ ഡ്രസ്സ് നമ്മൾ എങ്ങനെയാണ് ആ ഫിറ്റിങ് ക്യാരി ചെയ്യുന്നുള്ളതും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ്, അതേപോലെ ട്രൗസേഴ്സ്, കളർ കോമ്പിനേഷനാണ് ഏറ്റവും കീ ആയിട്ടുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി നോക്കാം. കൂടുതൽ ലിനനും അതുപോലെ കുറച്ച് ലൂസനായിട്ടുള്ള ഷർട്ടും ഒക്കെയാണ് ഇവർ കൂടുതൽ ഇടുന്നത്. അതേപോലെ സിമ്പിളായിട്ടുള്ള ചിനോ ഷോർട്സ്, ഇതൊക്കെയാണ് ഓൾഡ് മണി എസ്തെറ്റിക്സ്. എക്സ്ക്ലൂസീവായിട്ട് കാണാനായിട്ട് നമ്മുടെ പഴയ വീഡിയോ നിങ്ങൾ കാണുക. സ്ട്രീറ്റ് സ്റ്റൈല് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സ്ട്രീറ്റ് സ്റ്റൈൽ ശരിക്കും ചെയ്യാനായിട്ട് ഒരു ദില്ല് വേണമെന്ന് മാത്രം. അതായത് സ്ട്രീറ്റ് സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്തും ധരിക്കുക എന്നുള്ളതാണ് സ്ട്രീറ്റ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. സ്ട്രീറ്റ് സ്റ്റൈല് ഒരു ഫാഷൻ എന്നുള്ളതിലുപരി നിങ്ങളുടെ കോൺഫിഡൻ്റാണ് സ്ട്രീറ്റ് സ്റ്റൈൽ കാണിക്കുന്നത്. കാരണം എന്ത് ഡ്രസ്സും നിങ്ങൾക്ക് സ്ട്രീറ്റ് സ്റ്റൈൽ ഇടാൻ പറ്റും. നിങ്ങളെ കൊണ്ട് ക്യാരി ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന എന്ത് ഡ്രസ്സും സ്ട്രീറ്റ് സ്റ്റൈലിൽ ധരിക്കാം. അതിന് ഇന്ന ഡ്രസ്സ് തന്നെ ധരിക്കണം എന്ന് അപ്പം നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ സ്റ്റാർ ബോയ് എന്നോ സോഫ്റ്റ് ബോയ് എന്നോ ഓൾഡ് മണി എസ്തെറ്റിക്സ് ഒന്നുമില്ല. ഏതാ ഡ്രസ്സ് വേണോ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ വെയർ ഇറ്റ്. നമ്മൾ ശരിക്കും പരീക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സ്ട്രീറ്റ് സ്റ്റൈൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി എടുത്ത് കാണിക്കും. നിങ്ങൾ എത്ര
തരക്കാരനാണെന്നുള്ളത് നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ ശരിക്കും കാണിക്കാൻ പറ്റും. എക്സ്പ്രസ് യുവർ സെൽഫ്, അതാണ് സ്ട്രീറ്റ് സ്റ്റൈലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്, നിങ്ങൾ എന്താണെന്നുള്ളത്, നിങ്ങൾ ആരാണെന്നുള്ളത്. അതാണ് സ്ട്രീറ്റ് സ്റ്റൈലിൻ്റെ പവർ. സ്ട്രീറ്റ് സ്റ്റൈൽ ഡ്രസ്സിങ്ങിൽ ശരിക്കും ക്ലാസ് എലിഗൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് അത് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. അതാണ് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് സ്ട്രീറ്റ് സ്റ്റൈൽ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രീറ്റ് സ്റ്റൈൽ ഡ്രസ്സ് ധരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ചങ്കൂറ്റം തന്നെ വേണം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സാധനമാണ് സ്ട്രീറ്റ് സ്റ്റൈൽ.